കഴിഞ്ഞ 37 ദിവസമായി കേരളത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPSD റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്ന സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീനുമായി സമരസമിതി നേതാക്കൾ നടത്തിയ നിർണായക ചർച്ചയിലാണ് പ്രശ്നത്തിന് ഔദ്യോഗിക പരിഹാരമായത്. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് PSC LPSD റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ലിസ്റ്റ് പുറത്തിറങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും അർഹമായ രീതിയിലുള്ള നിയമനങ്ങൾ നടന്നിരുന്നില്ല. പല ജില്ലകളിലും ഒന്നാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും നിയമന ശുപാർശ ലഭിക്കാത്ത കടുത്ത അനിശ്ചിതത്വമാണ് നിലവിലുണ്ടായിരുന്നത്. ഈ അനീതിക്കെതിരെയായിരുന്നു ഉദ്യോഗാർത്ഥികൾ തെരുവിലിറങ്ങിയത്. സമരത്തിന്റെ ഭാഗമായി ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ വേറിട്ട പ്രതിഷേധങ്ങളായിരുന്നു ഉദ്യോഗാർത്ഥികൾ കാഴ്ചവെച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മകമായി പുല്ലുതിന്നും ചിതയൊരുക്കിയുമൊക്കെ അവർ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തി. ഇതിനിടയിൽ സമരത്തിന് നേതൃത്വം നൽകിയ സമരസമിതി സെക്രട്ടറി S വളർമതിയുടെ നിരാഹാര സമരം 13 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. ആരോഗ്യനില വഷളായിട്ടും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഇവർ തയ്യാറായിരുന്നില്ല. ഒടുവിൽ സമരം സംസ്ഥാനമെമ്പാടും വലിയ ചർച്ചയായി മാറിയതോടെയാണ് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ സമരസമിതി പ്രതിനിധികളെ ചർച്ചയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു. മന്ത്രിയുമായുള്ള ചർച്ച വിജയകരമാണെന്ന് പിന്നീട് സമരസമിതി അറിയിച്ചു. ചർച്ചയ്ക്ക് ശേഷം വളർമതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി 45 ദിവസമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കാണുന്നതുവരെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ തുടരും. ഇനി മുതൽ സമരത്തോടനുബന്ധിച്ച് പ്രതിഷേധ പ്രകടനങ്ങളോ മറ്റ് സമരമുറകളോ ഉണ്ടായിരിക്കുന്നതല്ല. ദിവസങ്ങൾ എണ്ണി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. എത്രയും വേഗം അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങൾ സമഗ്രമായി പരിശോധിച്ച് പരിഹാരം കാണാൻ 2 മാസത്തെ സാവകാശമാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ നിശ്ചിത സമയത്തിനുള്ളിൽ സർക്കാർ തങ്ങളുടെ ഔദ്യോഗിക നിലപാട് അറിയിക്കും. മന്ത്രിയുടെ ഈ ഉറപ്പ് ഉദ്യോഗാർത്ഥികൾ അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് സമരപ്പന്തലിലെത്തിയ മന്ത്രി നീണ്ട ദിവസങ്ങളായി നിരാഹാരത്തിലായിരുന്ന സമര നേതാവ് വളർമതിക്ക് നേരിട്ട് വെള്ളം നൽകി സമരം അവസാനിപ്പിച്ചു. സർക്കാർ LP സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:2:5 എന്ന രീതിയിലേക്ക് പുനഃക്രമീകരിക്കുക, ഇതുവഴി ഡിവിഷൻ ഫോൾ മൂലം ഉണ്ടാകുന്ന അധ്യാപകരുടെ കുറവ് പരിഹരിക്കുവാനും കൂടുതൽ ഒഴിവുകൾ സൃഷ്ടിക്കുവാനും സാധിക്കുമെന്നാണ് ഉദ്യോഗാർത്ഥികൾ വാദിക്കുന്നത്. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പരിഹാരമായി എയ്ഡഡ് നിയമനങ്ങൾ PSCക്ക് കീഴിലാക്കുകയോ അല്ലെങ്കിൽ 1:1 അനുപാതത്തിൽ നടപ്പിലാക്കുകയോ ചെയ്യുക, നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുക, ഒപ്പം ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ പുതിയ വിജ്ഞാപനങ്ങൾ ഇറക്കുന്ന രീതി ഒഴിവാക്കുക തുടങ്ങിയവയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രധാന ആവശ്യങ്ങൾ. 2 മാസത്തെ സാവകാശം തേടിയ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളായി മാറില്ലെന്നും ഒന്നാം റാങ്ക് നേടിയിട്ടും കാത്തിരിക്കേണ്ടി വന്ന ആ ദൗർഭാഗ്യാവസ്ഥയ്ക്ക് അടിയന്തരമായി വിരാമമാകുമെന്നും ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്നു.